നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറേയധികം ഡയലോഗൊക്കെ കാച്ചിയല്ലോ ഉന്നത വിദ്യാഭ്യാസ നിലയിലെ കാര്യങ്ങളെ പറ്റിയും. കാരണം ഇദ്ദേഹം ചാൻസലർ ആണല്ലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതായത് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഗുണ്ടായിസ പ്രവർത്തനത്തിന് സമാനമായ രീതിയിലേക്ക് ഇങ്ങനെ അടറാടുകയാണ്, അഴിഞ്ഞാടുകയാണെന്ന് നമുക്ക് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ പറയുന്നതായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നു. കാരണം ഗവർണർ ഇപ്പോൾ ചെയ്യുന്ന അത്തരത്തിലുള്ള തരം താഴ്ന്ന രീതിയാണ്. ഒരു സംസ്ഥാന ഗവർണറാണോ ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ സംശയം തോന്നിപ്പോകും. അത് ഇന്നല്ല, പണ്ട് മുതലേ ഇദ്ദേഹം വന്ന മുതലേ ചീഫ് ഷൈനിങ്ങിന് കിട്ടുന്ന ഒരു അവസരവും ഇദ്ദേഹം പാഴാക്കുന്നില്ല. വളരെ മ്ലേച്ഛമായ പരിപാടിയാണ് ഇദ്ദേഹം കാണിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ പോവുക, അവിടെ നിന്ന് മിഠായി കഴിക്കുന്നത് കൊണ്ടോ അവിടെ നിന്ന് ഹൽവ കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു കടയിൽ ചെന്ന് പഴംപൊരി കഴിക്കുന്നത് കൊണ്ടോ ഒന്നും ആരും ഒന്നും പറയത്തില്ല. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന CPIM-ന്റെ പോഷക സംഘടനയും ചറപറ ചീത്ത വിളിക്കുകയാണ്, പുലഭ്യം പറയുകയാണ്. അതും വളരെയധികം മോശമായിട്ടുള്ള ചീത്ത വാക്കുകൾ പച്ചയ്ക്ക് പറയുകയാണ്, പച്ച ചീത്ത വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള സംസ്ഥാന ഗവർണറെ കേന്ദ്രം തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആഘാതം വളരെ കൂടുതലാണ്. പിണറായി വിജയനോ അല്ലെങ്കിൽ SFIയോ കയറി മാന്തിക്കളയൊന്നല്ല. ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കുന്നത് ഒരേ ഒരു വ്യക്തി കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ചികിത്സയ്ക്കുള്ള മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ കൊണ്ട് കേന്ദ്രത്തിലേക്ക് തിരിച്ച് എവിടെ നിന്നാണോ ഇത് പൊട്ടിപ്പുറപ്പെട്ടത് ആ വ്യക്തിയെ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഈ നാടിനും ഈ നാട്ടുകാർക്ക് നല്ലത്. അത് ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്ത BJP-ക്കാർ ഉൾപ്പെടെ BJP നേതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയാൽ നല്ലതാണ്. കാരണം ഈ കേരളത്തിനെയും കൂടെ ഇനി മുടിപ്പിക്കരുത് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷം വിനീതമായി പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.